ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കൊതിയൂറും അടിപൊളിയായിട്ടുള്ള ഒരു ഈത്തപ്പഴച്ചാർ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 2 പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഈത്തപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഏത് ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡേറ്റ്സ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ ഈത്തപ്പഴവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഡേറ്റ്സൊക്കെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബൗളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ലേശം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡേറ്റ്സ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എത്ര ദിവസം വെച്ചാലും കേടുവരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈത്തപ്പഴ അച്ചാർ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡേറ്റ്സ് പിക്കിൾ ഇതുപോലെ ഒന്ന് ബൗളല്ല കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ അച്ചാർ തയ്യാറാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ഈത്തപ്പഴ അച്ചാർ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.